അപ്പോഴ് നമുക്ക് ആരംഭിക്കാം. കാണുന്നുണ്ടോ പിള്ളേരെ? കാണുന്നുണ്ടല്ലോ? രണ്ട് ആൾക്കാർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഇവര് ടീച്ച്മെന്റുകാർക്ക് കാണാൻ പറ്റും? ഓക്കെ. സോ നമ്മളുടെ 4-ാമത്തെ അധ്യായമായ മധ്യകാല ഇന്ത്യ രാജസങ്കല്പവും ഭരണരീതിയും എന്ന പാഠഭാഗമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്തെ ദിൻ-ഇലാഹി എന്ന ഭാഗമാണ് നമ്മൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് നോക്കുന്നത്. രാവിലത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ മുങ്ങി നടക്കുന്ന പലരെയും ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ പേര് വിവരം അടുത്ത ദിവസം ഞാൻ നിങ്ങളുടെ അതാത് ക്ലാസ് ടീച്ചേഴ്സിന് കൈമാറുന്നതാണ്. ഫെസിലിറ്റി ഉണ്ടായിട്ടും ക്ലാസ്സിൽ കയറാത്ത ആളുകൾ, വ്യക്തമായിട്ടുള്ള ധാരണ എനിക്ക് കിട്ടിയിട്ടുണ്ട്, വ്യക്തമായിട്ടുള്ള വിവരശേഖരണം ഞാൻ നടത്തിയിട്ടുണ്ട്. ഫെസിലിറ്റി ഉണ്ടായിട്ടും അത് ഉപയോഗിക്കാത്ത പിള്ളേര്, ഫെസിലിറ്റി ഇല്ലാത്തവര് പോട്ടെ, അവർക്ക് കുറഞ്ഞ ഫോണൊക്കെ ഉള്ളവർക്ക് കാണാൻ വേണ്ടി ക്ലാസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ലൈവ് ക്ലാസ് കാണാൻ കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങൾക്ക് ആ യൂട്യൂബിലുള്ള ക്ലാസ് കാണാമായിരുന്നു. എന്നാല് പലരും അതുപോലും ചെയ്യാറില്ല. ഇതിന്റെ ആവശ്യമൊന്നുമല്ല. ആഴ്ചയിൽ ഒരു ദിവസം വേണമെങ്കിൽ ഞാൻ ക്ലാസ് എടുത്തിട്ട് പോകും. പോർഷൻ തീർന്നില്ലേ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. എന്നിട്ടും ഇത്തരം സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും രാവിലെ 6 മണി തൊട്ട് രാവിലെ 6:50 വരെ ക്ലാസ് എടുക്കണമെങ്കിൽ എന്തുമാത്രം സ്ട്രെയിൻ ഉണ്ടാവണമെന്ന് നിങ്ങൾക്ക് അറിയില്ല. ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ, ഓൺലൈൻ വഴി ക്ലാസ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ എത്രമാത്രം നേരത്തെ ഞാൻ എഴുന്നേറ്റ് ഈ പോർഷൻസ് എല്ലാം സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള ബാക്കി കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കണേ എത്ര സമയം എടുക്കും നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് ഇത് കാണുന്ന പേരൻസും കൂടെ അറിയാം. ഇനിയും നാളെ മുതൽ ഞാൻ സ്ട്രിക്റ്റ് ആയിരിക്കും. നാളെ മുതൽ ക്ലാസ്സിൽ കയറാത്ത, ഓരോ ക്ലാസ്സിലും കയറാത്തവരുടെ ലിസ്റ്റ് ഉണ്ടാക്കി ഞാൻ അതാത് ക്ലാസ് ടീച്ചേഴ്സിനെ ഏൽപ്പിക്കും. സോ നോക്കൂ, അടുത്തത് ദിൻ-ഇലാഹിയാണ്. ദിൻ-ഇലാഹി അഥവാ തൗഹീദ് ഇലാഹി. Akbar wanted to maintain peace, friendship and unity among different sections of peoples in his country. In order to have intellectual discusses, Akbar constructed the Ibadat Khana at his capital Fatehpur Sikri by the inculcating the essence of these discussions. He formulated the ideologies of Din-ilahi. It was a combination of ideas and principles of different religions. He never compelled anyone to accept it. It did not
have any right religious test, places of worship, all priests accept the joining functions, circle of peace to all, was his basic tenet. അതായത് ദിൻ ഇലാഹി അഥവാ തൗഹീദ് ദിൻ ഇലാഹി രാജ്യത്തുള്ള ഭൂരിഭാഗം ജനങ്ങൾക്കിടയിൽ സൗഹൃദവും അതേപോലെ തന്നെ സമാധാനവും പുലർത്തുന്നതിനായിട്ട് ഇവയൊക്കെ ഊട്ടിയുറപ്പിക്കുക, അതേപോലെ തന്നെ സമാധാനവും ഐക്യവും വളർത്തുക എന്നീ ലക്ഷ്യം വെച്ചുകൊണ്ട് അക്ബർ എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തി അതിനുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തി. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകണമെന്ന് അക്ബർ ആഗ്രഹിച്ചു. അദ്ദേഹം എന്ത് ചെയ്തു? ആശയപരമായിട്ടുള്ള സംവാദങ്ങൾ നടത്തുന്നതിനായിട്ട് അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള ഫത്തേപൂർ സിക്രിയില് ഇബാദത്ത് ഖാന, ആ പേര് പ്രത്യേകം ശ്രദ്ധിക്കണം, ഡിസ്കഷൻസ് നടത്തുന്നതിനായിട്ട് അദ്ദേഹത്തിന്റെ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയില് ഇബാദത്ത് ഖാനകള് നിർമ്മിച്ചു. അങ്ങനെ അത്തരം ഡിസ്കഷൻ നടന്ന അത്തരം ഡിസ്കഷനുകളിൽ ഉരുത്തിരിഞ്ഞു വന്ന നല്ല ആശയം, ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന നല്ല ആശയങ്ങളെ രൂപപ്പെടുത്തിയെടുത്ത് അദ്ദേഹം രൂപപ്പെടുത്തിയെടുത്ത ആശയ സംഹിതയാണ് ദിൻ ഇലാഹി. അതായത് എല്ലാ മതങ്ങളുടെയും നല്ല ആശയങ്ങളാണ്. എല്ലാ മതങ്ങളുടെയും നല്ല ആശയങ്ങൾ, എല്ലാ മതങ്ങൾക്കും നല്ല ആശയങ്ങളുണ്ട് അല്ലേ? ആ നല്ല ആശയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പുതിയതായിട്ട് ഒരു മതം ആരംഭിച്ചു. അതാണ് ദിൻ ഇലാഹി. അതായത് എല്ലാ മതങ്ങളുടെയും ആശയങ്ങളുണ്ട്, എല്ലാ മതങ്ങളുടെയും തത്വ സംഹിതകളുണ്ട്. ഇവയെല്ലാം ചേർന്ന് അല്ലെങ്കിൽ ഇവയെല്ലാം ചേർത്തുണ്ടാക്കിയ പുതിയ ഒരു റിലീജിയനാണ് ദിൻ ഇലാഹി. മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ. അഭിനവ് മനോജ്, നിനക്ക് മനസ്സിലായോ? മനസ്സിലായോടാ? മനസ്സിലായോന്ന്? Who was founded in Din Ilahi? പറയടാ. Who was the founder of Din Ilahi? മനസ്സിലായല്ലേ നിനക്ക്? അനഘ, small p. Who was the founder of Din Ilahi? അക്ബർ. മലയാളം മീഡിയത്തിലെ അനഘ ശ്രീകുമാർ.
ആരാണ് ദിന്നിലാഹി സ്ഥാപിച്ചത്? അക്ബർ ചക്രവർത്തിയാണ്. അഭിനവേ, നിനക്ക് എംപോസിഷൻ വേണോ? ആ, ഒന്നുകൂടെ പറയണോ? ദിന്നിലാഹിയല്ലേ? യെസ്. അതായത് ദിന്നിലാഹി എന്ന് പറഞ്ഞാൽ ഒരു റിലീജിയൻ ആണ്, മതമാണ്. ഓക്കെ. എല്ലാ മതങ്ങളുടെയും നല്ല ആശയങ്ങളാണ്. എല്ലാ മതങ്ങൾക്കും നല്ല ആശയങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? എല്ലാ അഭിനവേ, അഭിനവ് മനോജ്, ആരെങ്കിലും ഇറങ്ങിയിട്ട് അവനെ വിളിക്കുന്നെന്ന് പറ. ഞാൻ ഇറങ്ങാൻ പോയാ ഇത് മൊത്തം കുളമാവും. നോക്കിയോ, ദിന്നിലാഹി എന്ന് പറഞ്ഞാൽ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ഇത്തരത്തിലുള്ള എല്ലാ മതവിഭാഗങ്ങളുടെയും നല്ല ആശയങ്ങൾ രൂപപ്പെടുത്തിയെടുത്ത ഒരു മതമാണ്, പുതിയ ഒരു മതമാണ്. അക്ബറാണിത് സ്ഥാപിച്ചത്. അക്ബർ ഇതിന്റെ ഭാഗമാകാൻ ആരെയും നിർബന്ധിച്ചില്ല. ഇത് രൂപപ്പെട്ടു വന്നത് അക്ബർ തന്റെ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയില് ഒരു ഡിസ്കഷന് വേണ്ടി ഇബാദത്ത് ഖാനകൾ ആരംഭിക്കുകയും അവിടെ നടന്ന ചർച്ചകളുടെ ഫലമായി രൂപപ്പെട്ടു വന്ന പുതിയ ഒരാശയമാണ് ദിന്നിലാഹി എന്ന മതം. ഈ മതത്തിൽ ചേരാൻ അക്ബർ ആരെയും നിർബന്ധിച്ചില്ല. ഇതൊക്കെയാണ് ദിന്നിലാഹിയെ കുറിച്ച് പറയാനായിട്ടുള്ളത്. മനസ്സിലായോ? റിപ്പീറ്റ് ചെയ്യാം. റിപ്പീറ്റ് ചെയ്യണ്ട, വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. അതിനൊന്നും ബുദ്ധിമുട്ടില്ല കേട്ടോ. മനസ്സിലായോ? ഓക്കെ. സോ അപ്പോ കണ്ടിന്യൂ ചെയ്യാം. To what? എന്തോ? ഇവിടെ കറണ്ട് പോയി. അതിനിപ്പോ ഞാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും പിള്ളേരെ? കാണാൻ പറ്റുന്നില്ലേ? ആർക്കും തന്നെ കാണാൻ പറ്റുന്നില്ല? നോക്കിയോ എക്സ്റ്റെൻഡിങ് Din Ilahi formulated by Akbar was helpful in maintaining administrative stability and religious harmony. And religious harmony analyzed. അപ്പൊ ഇത് അനലൈസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ദിന്നിലാഹി എന്താണെന്ന് മനസ്സിലായല്ലോ? ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ. മനസ്സിലായല്ലോ? യെസ്. അടുത്തത് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് മാൻസബ്ദാരി സിസ്റ്റമാണ്.
എന്താണ്? മാൻസബ്ദാരി സിസ്റ്റം. എനിക്ക് പാഠം പഠിപ്പിക്കുമ്പോൾ ഒരു 3 വർഷം ഞാൻ പുറമോട്ടാണ് ചിന്തിക്കുന്നത്. കാരണം നമ്മുടെ സ്കൂളിൽ ഞാൻ ആദ്യം ജോയിൻ ചെയ്ത് വന്ന് ഇന്ന് +2-ലിരിക്കുന്ന മലയാളം മീഡിയം പിള്ളേരെയും ഇംഗ്ലീഷ് മീഡിയം പിള്ളേരെയും ഞാൻ ഈ ചാപ്റ്റർ മുതലാണ് എടുത്തു തുടങ്ങിയത്. ഓരോരുത്തർ ജോയിൻ ചെയ്യാൻ വരുന്ന സമയമാണ്. സോ നോക്കൂ, അപ്പോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മാൻസബ്ദാരി സിസ്റ്റം. The base of Mughal administration was a strong military system. Instead of the military strength, the emperors needed the support of the nobles and officials for the maintenance and expansion of the empire. For this, Akbar adopted the Mansabdari system. The term Mansab denote the rank or position of a Mughal military officer. Those who held this position were called Mansabdars. The position of the officers, their salary and military responsibility were categorically determined to the Mansabdari system. അതായത് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് മാൻസബ്ദാരി സമ്പ്രദായമാണ്. മനസ്സിലായോ? മുഗൾ ഭരണത്തിന്റെ അടിത്തറ എന്ന് പറയുന്ന അതിശക്തമായിട്ടുള്ള സൈനിക അടിത്തറയായിരുന്നു മുഗൾ ഭരണത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതിന്റെ അടിത്തറ വളരെ വിപുലമായിരുന്നു. വളരെ വിപുലമായിരുന്ന ആ മുഗൾ സാമ്രാജ്യത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള, വളരെ ശക്തമായിട്ടുള്ള ഒരു ആർമിയായിരുന്നു, പട്ടാളമായിരുന്നു, സൈന്യമായിരുന്നു. മനസ്സിലായോ? എവിടായിരുന്നടാ നീ? ആണോ? ഞാനത് ചോദ്യം ചോദിച്ചുകൊണ്ട് മുങ്ങിയതായിരിക്കുന്നു. സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. എന്തുവാടാ? അവൻ വളരെ സയന്റിഫിക് ആയിട്ടാണ് കാര്യങ്ങൾ നീക്കുന്നത് കേട്ടോ. അവനറിയാമല്ലോ നാളെ അവന്റെ അടുത്തോട്ട് ഞാൻ ചെല്ലുവന്നു, അല്ലേടാ? പിള്ളേരെ ഞങ്ങള് ഇന്നലെയുള്ള പരിചയമൊന്നുമല്ല കേട്ടോ, വർഷങ്ങൾ മുമ്പുള്ള പരിചയമാണ്. സോ നോക്കൂ, അപ്പോഴ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാർമിയാണ് എവിടെ ഉള്ളത്? മുഗൾ ഭരണത്തില് ഉള്ളത്.
അപ്പോൾ ആ ചക്രവർത്തിക്ക് എന്ത് ചെയ്യും? ഈ വിപുലമായ സൈന്യത്തിന്റെ പിന്തുണ മാത്രമായിരുന്നില്ല, ക്ലർജീസിന്റെ അഥവാ അല്ലെങ്കിൽ നോബിൾസ് അഥവാ പ്രഭുക്കന്മാരുടെ പിന്തുണയും അദ്ദേഹത്തിന് ആവശ്യമായിട്ടുണ്ടായിരുന്നു. മനസ്സിലായോ? പ്രഭുക്കന്മാരുടെ പിന്തുണയും ചക്രവർത്തിക്ക് ആവശ്യമായിട്ടുണ്ടായിരുന്നു. മനസ്സിലായോ? അപ്പോൾ ഈ ലക്ഷ്യം അതിന്റെ പൂർണ്ണാവസ്ഥയിൽ എത്തുന്നതിനായിട്ട് അക്ബർ സ്വീകരിച്ച ഒരു പ്രത്യേക സമ്പ്രദായമായിരുന്നു മാൻസബ്ദാരി സമ്പ്രദായം അഥവാ മാൻസബ്ദാരി സിസ്റ്റം. അപ്പോൾ ഈ മാൻസബ് എന്ന പദം കൊണ്ട് ഞാൻ മുമ്പ് പറഞ്ഞു, മാൻസബ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് മുഗൾ സൈന്യത്തിലെ ഒരു റാങ്കാണ്, ഒരു ഓഫീസറുടെ റാങ്കാണ് ഈ എന്തെന്ന് പറയുന്നത്? മാൻസബ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ മാൻസബ് എന്ന് പറയുന്ന ഒരു പേരല്ല, ആണോ? അല്ല, മറിച്ച് ഒരു പദവിയാണ്. അപ്പോൾ ഈ മാൻസബ് എന്ന പദവി വഹിച്ചിരുന്ന ആളെ പറയുന്ന പേരാണ് മാൻസബ്ദാർ. എന്താണ്? മാൻസബ്ദാർസ് അഥവാ മാൻസബ്ദാർമാർ എന്ന് മലയാളത്തിൽ പറയും, ഇംഗ്ലീഷില് മാൻസബ്ദാർസ് എന്ന് പറയും. ഓക്കെ, ഇത്രയും ഭാഗം മനസ്സിലായല്ലോ? നമുക്ക് നിങ്ങൾ ആരെങ്കിലും ജോഗ്രഫിയുടെ പുസ്തകം എടുത്ത് നോക്കിയായിരുന്നോ? പലപ്പോഴേക്കും തുറക്കണേ, അതിനകത്ത് 5ാമത്തെ ഒരു ചാപ്റ്റർ ഉണ്ട്. എന്റെ പിള്ളാരെ, നമ്മൾ വെള്ളം കുടിച്ചു. എന്തോനെ കുറിച്ചാ സാറേ ആ ചാപ്റ്റർ? എടുത്തൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഈ പുസ്തകത്തിന്റെ അല്ല, നമ്മുടെ സെക്കൻഡ് പാർട്ടിന്റെ ജോഗ്രഫിയുടെ 5ാമത്തെ ഒരു ചാപ്റ്റർ ഉണ്ട്, മാൻ ആൻഡ് ഓഷ്യൻ. ആരെങ്കിലും കണ്ടായിരുന്നോ അങ്ങനെ ഒരു പാഠം അതിനകത്ത്? മലയാളം മീഡിയം നോക്കണം. സമുദ്രവും മനുഷ്യനും, മാൻ ആൻഡ് ഓഷ്യൻ. അത് വളരെ ഡീപ്പായിട്ട് എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ക്ലാസ്സിൽ കയറാത്ത ഞാൻ ആ ക്ലാസ് മാത്രം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യത്തില്ല. അത് ക്ലാസ് കയറി ഇരുന്ന് പഠിച്ചാൽ മതി ആവശ്യമുള്ളവര്. ആണോ? ശരിക്കും നിങ്ങൾ യൂട്യൂബിൽ കയറി 2ാമത്തെ ക്ലാസ് കാണാറുണ്ടോ? വല്ലപ്പോഴും. നിങ്ങളായിട്ട് കാണുന്നേ നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം മാനിച്ച് നമുക്കൊന്നുകൂടെ അപ്ലോഡ് ചെയ്യാം. സോ അത് ഇച്ചിരി ടഫാണ്, വളരെ സമയം എടുത്ത് മാത്രമേ നമുക്കത് പഠിക്കാൻ പറ്റത്തുള്ളൂ. സോ ഇവിടെ നോക്കൂ, ആരാണ്ട് നമ്മുടെ ഗേറ്റിന്റെ അവിടെ നിപ്പുണ്ട്, കയറാൻ പറ്റത്തില്ല. സോ അപ്പോഴ് മാൻസബ്ദാർസ് എന്താണെന്ന് മനസ്സിലായി അല്ലേ? അത് മുഗൾ ചക്രവർത്തിയുടെ പട്ടാളത്തിലെ ഒരു റാങ്കാണ് അല്ലേ? നമുക്ക് അപ്രതീക്ഷിതമായിട്ടാണ് ഈ ക്ലാസ് വീണ് കിട്ടിയത് അല്ലേ? ഷിഹാബുദ്ദീൻ സാറിന് നന്ദി. അറിയത്തില്ലടാ, സാറിന് എന്തോ മീറ്റിംഗ് ഉണ്ട്. ഇന്നെങ്കിലും ഒന്ന് രക്ഷപ്പെടാന്ന് വിചാരിച്ചതായിരുന്നു, അതും നടന്നില്ല. എപ്പം? അതിപ്പോ അപ്ലോഡ് ചെയ്യടാ, അത് അപ്ലോഡിങ് നടക്കുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ. എന്തോ? എന്താടാ? നാളെ രാവിലെ ക്ലാസ് ഉണ്ട്. എന്താ സംശയം?
അതാ അതിന്റെ ഫ്ലോയിൽ അങ്ങ് പൊയ്ക്കോളും. പിന്നെ ഇതുപോലെ നമുക്ക് എക്സ്ട്രാ ആർക്കെങ്കിലും വേണ്ടാത്ത ദിവസങ്ങളുണ്ട്, നമ്മൾ അതും എടുക്കും. നമുക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കണം. ആ ജസ്റ്റീൻ ജോയൽ അനിലിന്റെ നമ്പർ എനിക്കൊന്ന് തരണേ. നീ അയച്ചു തന്നേക്കെ. ഇനി ഇതുപോലെ മുങ്ങി നടക്കുന്നവരൊക്കെ ഞാൻ പൊക്കും. അവരെ നേരിട്ടല്ല വിളിക്കുന്നത്, അവരുടെ ക്ലാസ് ടീച്ചേഴ്സ് വഴി അവരുടെ പേരൻസിനെ ആയിരിക്കും വിളിക്കുന്നത്. ഫെസിലിറ്റി ഉണ്ടായിട്ട് ഉപയോഗിക്കാത്തവരെ കേട്ടോ. സോ നോക്കിക്കൂ, അപ്പോ മാൻസബ്ദാസ് എന്താണെന്ന് മനസ്സിലായി ആണല്ലോ. നോക്കിയോ, ബാക്കി നോക്കിയോ. Determined by the number of horses and he maintained there were more than 30 ranks in the army of Akbar, ranging from mansabdars of 10 horses to 10,000 horses. Each mansabdar had two sub-weapons of the Mughal army. അതായത് ഈ മാൻസബ്ദാരി എന്ന സമ്പ്രദായത്തിലൂടെ ഉദ്യോഗസ്ഥന്മാരുടെ പദവിയും അതേപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം, പവർ ആൻഡ് സാലറി അല്ലെ, ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളവും അതേപോലെ തന്നെ അവരുടെ പദവിയും അതേപോലെ തന്നെ സൈനിക ഉത്തരവാദിത്തങ്ങൾ എന്നിവയെല്ലാം തന്നെ തരംതിരിച്ച് നിർവഹിച്ചു പോരുന്നിരുന്നു. അതാ ഈ പദവി നിർണയിച്ചിരുന്നത്, മാൻസബ്ദാരി സമ്പ്രദായത്തിലുള്ള പദവി നിർണയിച്ചിരുന്നത് അവരുടെ കൈവശമുണ്ടായിരുന്ന, പ്രധാനമായിട്ട് അവരുടെ കൈവശമുണ്ടായിരുന്ന കുതിരകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ 10 മുതൽ 10,000 കുതിരകൾ വരെയുള്ള പല ഡിവിഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പോ എന്തോ റാങ്ക് ഈ കുതിരകളുടെ അടിസ്ഥാനത്തിലാണ് നിശ്ചയിച്ചു കൊടുത്തിരുന്നത് കേട്ടോ. 10 മുതൽ 10,000 കുതിരകൾ വരെയുള്ള പല ഡിവിഷൻസ് ആണ് അതിന് ഉണ്ടായിരുന്നത്, പല റാങ്കുകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അഭിഷേക് ബാബുവോ ലടമന നിന്റെ പേര്? അല്ല സാറേ, എന്റെ പേര് അഭിഷേക് എസ്. അഭിഷേക് എസിന് ഒരു 30 കുതിരയുണ്ട്. അപ്പോൾ ഇത്ര കുതിര വരെയുള്ള ഒരു മാൻസബ്ദാർ ആയിരിക്കും. അപ്പൊ 10 മുതൽ 30 കുതിര വരെയുള്ള അഭിഷേക് എസ് ഏറ്റവും താഴ്ന്ന റാങ്കിൽപ്പെട്ട ആളായിരിക്കും. 90 മുതൽ 110 കുതിര വരെയുള്ള അഭിനവ് മനോജ് അഭിഷേകിനെക്കാട്ടിലും അല്പം കൂടി കൂടിയ റാങ്കിലായിരിക്കും. ഉണ്ട്, 10,000 കുതിര വരെ ഉണ്ട്. എനിക്ക് 10,000 കുതിരയുണ്ടെങ്കിൽ ഞാനായിരിക്കും അതിലെ ഏറ്റവും ഹയർ ആയിട്ടുള്ള മാൻസബ്ദാർ. മനസ്സിലായോ? എടാ, ഇതില് 20,000 കുതിര ഇല്ല, അങ്ങോട്ട് പോണ്ട. എന്റെ ഈ കുതിരകളൊക്കെ ഞാൻ എന്തോ ചെയ്യും? നീ തന്നെ വീട്ടിൽ പോയിട്ട് വരും. ഞങ്ങൾക്ക് വയ്യ.
പണ്ടേ അപ്പൊ സാറേ ഒരു സിനിമ ഞാൻ ഈ കുതിരകളെയും വെച്ച് ഫാം തുടങ്ങണ. നീ ഫാം ഒന്നും തുടങ്ങണ്ട. നിന്നെ നിയന്ത്രിക്കാൻ അവിടെ ചക്രവർത്തി ഉണ്ട്, നീ സൂക്ഷിച്ചോ. പിന്നെ കൂടുതൽ കുതിര കാണുമ്പോ സാറിന് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. എന്തോ സാറിനപ്പൊ ബാക്കിയുള്ളവരെ നിയന്ത്രിക്കാനുള്ള പവർ കിട്ടത്തില്ല സാർ. ഇല്ലില്ല, ഇതിന്റെ എല്ലാം ആത്യന്തികമായിട്ടുള്ള പവർ ആർക്കായിരിക്കും? ആ, ചക്രവർത്തിക്കാണ്, എനിക്കല്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ നമ്മുടെ സ്കൂളിലെ ഒരു ടീച്ചറാണ്, ആണല്ലോ. എനിക്ക് സ്കൂളിലെ ശമ്പളം മാറി കൊടുക്കാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ സ്കൂളിലെ അധ്യാപകരെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റുമോ? നമ്മുടെ UP-യിലെ ടീച്ചേഴ്സ് ഉണ്ട്, അവരെന്നെക്കാട്ട് കുറച്ച് ജൂനിയേഴ്സ് ആണ് എന്ന് പറഞ്ഞാൽ അവരെന്നെക്കാട്ടും ജൂനിയേഴ്സ് ആണെന്ന് പറഞ്ഞാൽ എനിക്ക് അവരെ പോയി അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും അതേ ക്ലാസ് എടുക്കും, അവരെന്നെ ഓടിക്കും അല്ലേ? മറിച്ച് ഇതിന്റെ ഒക്കെ നിയന്ത്രണം ആരുടെ കയ്യിലായിരിക്കും? നമ്മുടെ സ്കൂളില് HMനെ നമുക്ക് ചക്രവർത്തിയോട് ഉപമിക്കാം, അല്ലേ? നമ്മുടെ സ്കൂളിൽ അപ്പൊ സാറേ എന്റെ ഈ കുതിരകളെ നിയന്ത്രിക്കാൻ ചക്രവർത്തി എന്നെ ഏൽപ്പിച്ചിട്ട് മാത്രമേ ഉള്ളല്ലേ? ഉള്ളു. കുതിരകളെ നിയന്ത്രിക്കുക മാത്രമല്ല കുഞ്ഞെ, നീ ആ സൈന്യത്തിലെ ഒരു സൈനികനാണ്. സൈനികനാണോ ഞാനും? നീ സൈനികനാണ്. ആ സൈന്യത്തില് താഴെ ചിലപ്പോ നിന്റെ ത്തിൽ കുറച്ച് സൈനിക ഉദ്യോഗസ്ഥന്മാരും കാണും. ആ, ഒരു ചെറിയ പടത്തലവൻ എന്ന് വേണേ പറയാം. അത്രയും കുതിരകളെയൊക്കെ നിയന്ത്രിക്കുന്ന കുഞ്ഞു പടത്തലവനല്ലേ? അതെ, കുഞ്ഞു പടത്തലവൻ. നീളം എന്തോടാ നിനക്ക്? നീളമൊക്കെ ഉണ്ട്. ഞാൻ നിന്നെ ഒന്നും കണ്ടിട്ടില്ല, അതാണ് കുഴപ്പം. സ്കൂളിൽ വരുമ്പോ കാണാം സാറേ. ഇനി തിങ്കളാഴ്ച വരുമല്ലോ അല്ലേ? നിങ്ങളൊക്കെ വരുമോ അതോ? സാറേ വരും. ഓക്കെ, ഞാൻ കുറെ പേരെയൊക്കെ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് അഭിനവ് മനോജിനെ സ്ഥിരം മിക്കവാറും കാണുന്നു. നീ വാടാ. അപ്പൊ നോക്കൂ, ശ്രദ്ധിക്കേ. അപ്പോ ഇവിടെ നമ്മുടെ ചക്രവർത്തി എന്ന് പറയുന്നത് നമ്മുടെ HM ആണ്. അപ്പൊ HMന് താഴെ, HMന് കീഴിൽ പണിയെടുക്കുന്ന അല്ലെ HMന് കീഴിൽ പ്രവർത്തിക്കുന്ന പട്ടാളക്കാരാണ് ഞങ്ങൾ അധ്യാപകർ അവിടുത്തെ, അല്ലേ? 9C-യുടെ മാൻസബ്ദാറാണ് നമ്മുടെ ഷിയാവതി സാറ്. സാറിന് എത്ര കുതിരകളുണ്ട്? എത്ര പിള്ളേരുണ്ട്? നിങ്ങൾ 9C-യിൽ എത്ര പിള്ളേരുണ്ട്? ഒരു 50 പിള്ളേര്, 50 കുതിര. അത് കുതിരകൾ നിങ്ങളാണോ? ഒരു 50 പിള്ളേര് കാണും. അപ്പൊ ആ പിള്ളേരായ നിങ്ങളാണ് സാറിന്റെ കുതിരകള്. ഞങ്ങള് കുതിരകള്. അപ്പോ 9D-യില് എത്ര പിള്ളേർ? ഡിയുടെ ക്ലാസ് ടീച്ചർ ആരാ? ലൈജു ടീച്ചർ. 9D-യിൽ എത്ര പിള്ളേരുണ്ട്? 9D-യില് ആക്രമിക്കാൻ ആൾക്കാർ വരത്തില്ല സാർ? അതൊക്കെ ഞാൻ പറയാം. തോക്കിനകത്ത് കയറി വെടിവെക്കരുതേ. നമ്മൾ അതിലേക്കാണ് വരുന്നത്. നമ്മൾ ആദ്യം ഈ കുതിരകളുടെ എണ്ണം ഒന്ന് തിട്ടപ്പെടുത്തി ഓഫീസേഴ്സിന്റെ അവരുടെ പവർ എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് ആദ്യം കണ്ടുപിടിച്ചിട്ട് പോകാം. എന്റെ സംശയത്തിന് നിവൃത്തി ഉണ്ടാക്കി ഞാൻ തരാം, കേട്ടോ? അപ്പോഴ് ലൈജു ടീച്ചറിന്റെ കുതിരകൾ എത്ര പേരുണ്ട്? എടാ, ഡീക്കാരും ഇല്ല ഇതിനകത്ത്. അവരനങ്ങത്തില്ല. 56 പിള്ളേര്. ബിന്നിൽ
എത്ര പേരുണ്ടടാ? 86 കുട്ടികളുണ്ട്. 56 പേരുണ്ട് നിങ്ങൾ ഡീക്കാര്. ഓക്കെ, അപ്പോൾ ഗൂഗിൾ ടീച്ചർ അല്ല സോറി നമ്മുടെ ലൈജു ടീച്ചറിന്റെ കുതിരകൾ 56, ഷിഹാബുദ്ദീൻ സാറിന്റെ കുതിരകള് 50 അല്ലേ? 53. അപ്പോൾ നമ്മളുടെ 9 ബിയുടെ ക്ലാസ് ടീച്ചർ ആരാ? രജനി ടീച്ചർ. രജനി ടീച്ചറിന്റെ കുതിരകൾ എത്ര പേരുണ്ട്? പറയും സമയം പോകുന്നു. ബീക്കാര് ആരും ഇല്ല ഇതിനകത്ത്? 40 പേര് കാണും സാർ. 40 പേര് കാണും, ഉറപ്പില്ല. ഓക്കെ, നമ്മൾ 40 കണക്ക് കൂട്ടാം. പിന്നെ ഒരു ക്ലാസ് കൂടെ ഉണ്ടല്ലോ, 9A ഉണ്ടല്ലോ. 9Aക്കാരുള്ള പേര് പറയും. അബിയ മുഴുവൻ പേര് പറയുമ്പോളെ അബിയ നമ്മളുടെ 9A എത്ര പേരുണ്ട്? 40 പേരുണ്ട് സാറേ. 40 പേര് കാണും. ഏകദേശം നമുക്കൊരു 41 നിജപ്പെടുത്താം. ഗൂഗിൾ ടീച്ചറിന്റെ 41, രജനി ടീച്ചറിന്റെ ക്ലാസ്സിൽ 40, ഷിഹാബുദ്ദീൻ സാറിന്റെ ക്ലാസ്സിൽ 53, ലൈജു ടീച്ചറിന്റെ ക്ലാസ്സിൽ 56. അപ്പോള് ഇതിൽ ഏറ്റവും കുറവ് കുതിരകൾ ആർക്കാ ഉള്ളത്? രജനി ടീച്ചറിന്റെ ക്ലാസ്സിലാണ് ഏറ്റവും കുറവ് പിള്ളേരെ. നിങ്ങൾ കുതിരയെന്ന് വിളിച്ചെന്ന് പറഞ്ഞ് ആരും പോയി പരാതി പറഞ്ഞേക്കില്ലേ? ഒരിക്കലും ഇല്ല സാർ. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ കുതിരകളെന്ന് വിളിച്ചത്. സാരമില്ല സാർ, അത് രസമാ. അപ്പോ ഇതിൽ ഏറ്റവും കുറവ് കുതിരകളുള്ള രജനി ടീച്ചറിനാണ് അല്ലേ? അപ്പോ രജനി ടീച്ചറിന്റെ റാങ്ക് ഇതിൽ ഏറ്റവും താന്നിരിക്കുന്നതാണ്. മനസ്സിലായോ? റാങ്ക് വരുന്നത് ആരായിരിക്കും? ലൈജു ടീച്ചർ. കാരണം ലൈജു ടീച്ചറിനാണ് ഏറ്റവും കൂടുതൽ കുതിരകൾ ഉള്ളത്. മനസ്സിലായോ? രണ്ടാമതാണ് ഷിഹാബുദ്ദീൻ സാർ. സെക്കൻഡ് റാങ്ക്. അപ്പോൾ ഇങ്ങനെയാണ് കുതിരകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓഫീസേഴ്സിന്റെ റാങ്ക് നിശ്ചയിച്ചു കൊടുക്കുന്നത്. ഇപ്പൊ മനസ്സിലായോ? ഏകദേശം ഒരു ധാരണ കിട്ടിയോ? കുതിരകൾ കൂടുന്നതിനനുസരിച്ച് റാങ്ക് കൂടുവോ? കൂടും. പക്ഷെ 10,000 കുതിരകളെ സാർ കുറച്ചു കുതിരയും കൂടെ കൊണ്ടുവന്ന സാർ 1ാം സ്ഥാനത്താവോ? എന്താ ഒരാൾ ചോദിക്കും. സാറേ, ഈ ശിഹാബുദ്ദീൻ സാർ ഒരു 2-3-4 കുതിരയും കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സാർ 1ാം റാങ്ക് കയറുവോ? അഭിഷേക്, ഒരു മിനിറ്റ്. ഇപ്പഴത്തെ ഗൂഗിൾ മീറ്റിൽ ആരോ എന്തോ ചോദിച്ചില്ല, എന്തായിരുന്നു? എവിടെ നിന്നൊക്കെ കുതിര കൊണ്ടുവന്നത്? പവർ കൂട്ടാം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ കുതിര നീ തന്നെ തീറ്റിപ്പോട്ടിട്ട് വരും. വേറെ മാൻസബ്ദാരും എല്ലാം തരുവോ? അവരുടെ പവർ ഇപ്പൊ ലോ ആയി പോകത്തില്ലേ? ശമ്പളമൊന്നുമില്ല. സാറേ, ശമ്പളം തരുവോ? ശമ്പളമില്ല. ഇത് പവർ. നമ്മള് വെറുതെ റിസ്ക് എടുക്കുന്നേ. റിസ്ക് എടുക്കുവോ, ബ്രെഡ് എടുക്കുവോ, റൊട്ടി എടുക്കുവോ ചെയ്തോളാം. ഇതൊക്കെ പവർ കൂട്ടാൻ വേണ്ടി മാത്രമുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ മനസ്സിലാക്കണം. കേട്ടോ? ഓക്കെ. അപ്പോൾ ഇതാണ് മാൻസബ്ദാരി സിസ്റ്റം, മാൻസബ്ദാരി സമ്പ്രദായം എന്ന്
പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായി സർ. അക്ബറുടെ സൈന്യത്തിൽ ഏതാണ്ട് 30-ൽ പരം തരത്തിലുള്ള 10 മുതൽ 10,000 വരെ കുതിരകളുള്ള മാൻസബ്ദാരന്മാരുണ്ടായിരുന്നു. എത്ര തരമാണ്? 30 തരം. എത്ര കുതിര വരെയാ? 10 കുതിര മുതൽ 10,000 കുതിര വരെ, അഥവാ 10 to 10,000 ഹോഴ്സ്. കേട്ടോ? അപ്പോൾ ഇത്രയും ഭാഗം മനസ്സിലായല്ലോ. ഓക്കെ. സാറ് ജോഹരനെ വിളിച്ചു. ജോഹരനിന്റെ ഇല്ലേ അമ്മയുടെ വാട്സപ്പ് നമ്പർ ആ കിടക്കുന്ന, അവന്റെ വാട്സപ്പ് നമ്പർ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യാവോ? അവനോടെ പറയണം, എന്നെ വിളിക്കാൻ പറ. ഞാൻ നമ്പർ അവൻ എന്നെ വിളിക്കാൻ പറ. ഓക്കെ സാർ. ഇതേ, ഒരാള് മരണപ്പെടാൻ നേരമല്ല അവന് വെള്ളം കൊടുക്കണ്ടാണോ? അവൻ മരിച്ചു കഴിഞ്ഞിട്ട് അവന് വെള്ളം കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? അവൻ ആ വെള്ളം ഇറക്കുവോ? ഇല്ല. എനിക്ക് വെള്ളം തായോ എന്ന് അവൻ പറയുന്നു. അപ്പൊ നമ്മളെല്ലാം നോക്കി അവിടെ ഹ എന്ന് പറഞ്ഞ് ചിരിക്കുന്നു. ചിലപ്പോ നീയൊക്കെ അല്ലേ ആള് സൈസുകള്, ചിലപ്പോ അത് കണ്ടു നിന്ന് ആസ്വദിച്ച് ഫോട്ടോ എടുക്കും. ചിലപ്പോ ഞാനും എടുത്തെന്നിരിക്കും, അല്ലേ? ഇന്നത്തെ സമൂഹം അങ്ങനാണ്, അല്ലേ? എന്നിട്ട് ആ പാവപ്പെട്ട മനുഷ്യൻ മരിക്കുന്നു. അപ്പൊ നമ്മളെ അപ്പോഴ് മരണപ്പെട്ടതിന് ശേഷം പറയുക, ചേട്ടാ ഇന്ന് ഇച്ചിരി വെള്ളം കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? വല്ല കാര്യം ഒന്നുമില്ല. അപ്പോൾ അതുപോലെയാണ് അവന്റെ കാര്യം. അവനെന്താ ഇത്രയും ദിവസം ഉണ്ടായിട്ടും ഇത്രയും സമയം ഉണ്ടായിട്ടും ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് എപ്പോഴാ മെസ്സേജ് ഇട്ടത്? ആറ് മണിക്കോ 6:15 എങ്ങാണ്ട് ഗംഗ ഇട്ടതാണ്. അതിനുശേഷം വോയിസ് മെസ്സേജ് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അപ്പോഴൊന്നും പറയാതെ ഇപ്പോൾ അവനെ പൊക്കി എന്നവന് മനസ്സിലായപ്പോൾ അവൻ എന്താണ് പറഞ്ഞത്? എന്റെ നമ്പർ ആഡ് ചെയ്തിട്ടില്ല. ആഡാകാത്തത് എന്റെ റെസ്പോൺസിബിലിറ്റി കൊണ്ടാണോ? എന്റെ ഉത്തരവാദിത്വമാണോ അത്? അല്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങളും നിങ്ങളുടെ പേരൻസുമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അത്തരം കാര്യം ആഡാകാനുണ്ടോ? പലരും എന്നെ വിളിച്ചു പറയുന്നുണ്ട്, സാറേ എനിക്ക് എന്റെ നമ്പർ മാറി, എന്നെ ഒന്ന് ആഡ് ചെയ്യണം. ഞാൻ കാണുന്ന ആ നിമിഷം തന്നെ അവർ ആഡ് ചെയ്യും. അല്ല, അവർക്ക് ആഡാകാനായിട്ട് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് അയച്ചു കൊടുക്കും. പലർക്കും അറിയാതെ. ഇതൊന്നും ഒരു എക്സ്ക്യൂസസ് ഒന്നും അല്ല. അതുപോട്ടെ, നമ്മുടെ സമയം വെറുതെ പോവാം. നോക്കിക്കോ. അപ്പോ ഏതാണ്ട് കുറെ ഉപവിഭാഗങ്ങളും ഉണ്ടായിരുന്നു. Weapons of the Mughal army divisions called Sabt and the Sawar. The word Sat means individual. It
the words and the individual. Is the rank and salary of a person in the army, while Savar refers to the number of horses a Mansabdar had to maintain. Mansabdari's system was introduced to strengthen the authority of the emperor, substantiate. സമയത്ത് പിള്ളേരെ 9:5 9:1 ആ മതി, 3/4 മണിക്കൂറായില്ലേ? ഓക്കെ, അടുത്ത നമുക്ക് ജാഗ്രതാരി സിസ്റ്റം ആണ് പഠിക്കാനുള്ളത്. ജാഗ്രതാരി സിസ്റ്റം നാളെ രാവിലെ 6 മണിക്ക് നമ്മൾ പഠിക്കും. അതോ ഇപ്പൊ പഠിക്കണം? മടിയൻ, നാളെ രാവിലെ മതി, 3/4 മണിക്കൂറൊക്കെ മതി. നിങ്ങൾ അതിൽ കൂടുതലൊന്നും കിടന്ന് കഷ്ടപ്പെടണ്ട. എന്തായാലും നാളെ നമ്മൾ നാളെ രാവിലെ പഠിക്കണം. സെപ്റ്റംബറിൽ പഠിക്കേണ്ട പോർഷൻ ആയിരുന്നു. പഠിച്ചതെപ്പോഴാ? മാസത്തിലെ. അപ്പൊ ഇതിന്റെ നോട്ട്സ് എത്രയും പെട്ടെന്ന് സ്കൂളിൽ പോകുന്നതുകൊണ്ടാണ് നിങ്ങളുടെ കാര്യത്തിലൊക്കെ എനിക്ക് കുറെ ഡിലേ വരുന്നത് കേട്ടോ. സ്കൂളിൽ പോയിട്ട് രാവിലെ 6:50 ഞാൻ പോയി തിരിച്ച് ചിലപ്പോ 7:30 ആവും വരുമ്പോഴത്തേക്കും. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളുടെ കാര്യത്തിൽ ഒരു അല്പം ഡിലേ വരുന്നത്. ആ സാരമില്ല, നമുക്ക് ഇതിന്റെ നോട്ട് ഞായറാഴ്ചയോ ശനിയാഴ്ചയോ എടുത്ത് ഞാൻ ഇടാം. സ്കൂളിൽ അല്ലെങ്കിൽ സമയം കിട്ടുന്ന പോലെ ഇടാം. ഓക്കെ, സോ അപ്പോ ഗൂഗിൾ മീറ്റുകാരോടെ നിൽക്കുക. ടീച്ച്മെന്റ് ലാൻഡിൽ ഒരാളെ നിന്നിട്ട് ബാക്കിയുള്ളവർ പൊക്കോളുക. ഓക്കെ, ഗൂഗിൾ മീറ്റുകാർ പോകാൻ പറ്റും. അതെ, ഓഫ് ചെയ്യടാ, മൈക്ക് ഓഫ് ചെയ്യടാ. അഭിജിത്ത് സുരേഷ് ലെഫ്റ്റ് ചെയ്ത മോനെ. അലീഷ എബ്രഹാം ലെഫ്റ്റ് ചെയ്ത മോളെ. അഭിനവയും ലെഫ്റ്റ് ചെയ്തോടാ മോനെ. അൽഖ സാറ, അലൻ ജോൺ, അൽഖ സാറ, അലൻ ജോൺ ലെഫ്റ്റ് ചെയ്തോടാ. അടുത്തത് ആരാ? എനിക്ക് പേരെങ്ങോട്ട് വ്യക്തമാകുന്നത്. അടുത്തത് ആരാ കിടക്കുന്നേ?
ആ അങ്ങനെ ഒരാളുണ്ടോ 9-ല്? ഓക്കെ, ലെഫ്റ്റ് ചെയ്തു കുഞ്ഞെ. നിന്ന് രാവിലെ ഒന്നും കാണാറില്ലല്ലോ. അതാ പേര് എനിക്കോട് പരിചയം കിട്ടുന്നില്ല. അനഘ ശ്രീകുമാർ മോളെ. അമ്ന നീ ലെഫ്റ്റ് ചെയ്തു. ആ അമ്ന ലെഫ്റ്റ് ചെയ്തു മോളെ. അനഘ ശ്രീകുമാർ ലെഫ്റ്റ് ചെയ്തു. അനഘ ലെഫ്റ്റ് ചെയ്തു മോളെ. ലെഫ്റ്റ് വേറെ ലെഫ്റ്റ്. അടുത്ത ആളാ അനന്തു സി നായർ. ആ ലെഫ്റ്റ് ചെയ്തോ. അൻസു നെൽസൺ ലെഫ്റ്റ് ചെയ്തോ മോളെ. ഫെബിൻ ജോൺ ലെഫ്റ്റ് ചെയ്ത മോനെ. ഗംഗാജി ലെഫ്റ്റ് ചെയ്ത മോളെ. ഹൈഫ ഫാത്തിമ ലെഫ്റ്റ് ചെയ്ത മോളെ. ജീന ലെഫ്റ്റ് ചെയ്തോ. ജസീന ലെഫ്റ്റ് ചെയ്തോ. മന്യ അടുത്ത ആള് മറിയ ബിനു ലെഫ്റ്റ് ചെയ്തു നമ്മള്. അടുത്ത ആളാരാ? മുഹമ്മദ് നീ തന്നെ ലെഫ്റ്റ് ചെയ്തു. അടുത്ത മുഹമ്മദ് ലെഫ്റ്റ് ചെയ്തടാ മോനെ. സാന്ദ്ര കെ സന്തോഷ് ലെഫ്റ്റ് ചെയ്തോ. ശ്രേയ സുരേഷ് അടുത്തത് ഷഹന. സോറി, സ്നേഹ ഡെനി. സോന ടി ബി ജോയ് ലെഫ്റ്റ് ചെയ്യാൻ വേണം. അപ്പോ